ഇന്ന് ഒരു പൊട്ടറ്റോ ക്യാരറ്റ് ക്യാപ്സിക്കം കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ചപ്പാത്തിക്കും ഇഡ്ഡലിക്കും ദോശയ്ക്കും ചോറിനും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ചെറിയ 3 ഉരുളക്കിഴങ്ങ്, 2 കാപ്സിക്കം, ഒരു മീഡിയം സൈസ് സവാള ഉള്ളി, ഒരു 2-3 ചെറിയ ക്യാരറ്റ് ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. എല്ലാം പീൽ ചെയ്ത് വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കഴുകിയാൽ കൊള്ളാം. കഷണങ്ങളെല്ലാം അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. എല്ലാം കഴുകി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. നമ്മുടെ കുക്കിംഗ് ഓയിലാണ് ഒഴിക്കേണ്ടത്. ഞാൻ പക്ഷെ ഒഴിച്ചിരിക്കുന്നത് കടുകെണ്ണയാണ്. ഇതിലേക്ക് സവാള ഉള്ളി അരിഞ്ഞതിട്ട് വഴറ്റിയെടുക്കുക. മൂപ്പിക്കുകയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതിയാകും. ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാരറ്റ് അരിഞ്ഞത്, പൊട്ടറ്റോ അരിഞ്ഞത്, ക്യാപ്സിക്കം അരിഞ്ഞത് ഇത് ചേർത്ത് 2 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ ഇളക്കിയിട്ട് ഇതിനെ സിമ്മയിലാക്കി അടച്ചു വെച്ച് ഒരു 4 മിനിറ്റോളം വേവിക്കുക. ഇതിനെ ഒന്നും കൂടി ഒന്ന് ഇളക്കി ഇതിപ്പോൾ പകുതി വെന്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. ഇനിയും അതേ കടായിയിൽ തന്നെ 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കും. എണ്ണ ചൂടാക്കുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. ജീരകമായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. ഇഞ്ചി പേസ്റ്റും ചേർത്തിട്ടുണ്ട്. എല്ലാം ഓരോ ചെറിയ ടീസ്പൂൺ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ എരിയില്ലാത്ത മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഇട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം കളയണം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് ഇളക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അത് തിളപ്പിച്ചാറിച്ചതോ ആയിരിക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുക. ഇനി ഇതിലേക്ക് 1 തവി തൈര് ഒഴിച്ചു കൊടുക്കാം. 1 തവിന്ന് ഞാൻ പറഞ്ഞ ചെറിയൊരു തവിയാണ്. തവി ഒരു 2-3 ടേബിൾ സ്പൂൺ. തൈര് പുളിയില്ലാത്ത തൈരായിരിക്കണം. അതിനെ നന്നായിട്ട് ഇളക്കി ചേർത്ത് ചാറ് തിളക്കാൻ തുടങ്ങി. ഇനി ഇതിലേക്ക് ഉപ്പൊന്ന് നോക്കിയിട്ട്, കഷ്ണത്തിനൊന്നും നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, അതുകൊണ്ട് ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ചേർത്ത് ഇനി ഇതിലേക്ക് കഷ്ണങ്ങൾ ഇടുക. നന്നായിട്ട് ഇളക്കി ചേർത്ത് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. സിമ്മയിലായിരിക്കണം. തിളച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും നല്ല ചൂടുണ്ട്. അതുകൊണ്ട് ഇതിന് ഉരുളയിലാക്കിയിട്ട് കരിയാനുള്ള സാധ്യതയും ഉണ്ട്. കഷ്ണം വെന്ത് ഉടയണമെങ്കിൽ കുറച്ച് നേരം കൂടി അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. ഇതിപ്പോൾ കഷ്ണം വെന്തിട്ടുണ്ട്, ഉടഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നു. ഇതും കുറച്ച് മല്ലിയില കൂടി ഇടുന്നു. ഇനി ഇളക്കിയെടുത്ത് അടച്ചു വെച്ച് സെർവ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് ഇഡലിക്കും ദോശയ്ക്കും കഴിക്കാൻ കൊള്ളാം. ചപ്പാത്തിക്കാണ് മെയിൻ. ചപ്പാത്തിക്കും കൊള്ളാം, ചോറിനും കൊള്ളാം. അവനവൻ്റെ ആവശ്യം അനുസരിച്ച് മുളക് കുറയ്ക്കുക, ഉപ്പ് ആവശ്യത്തിനിടുക, പിന്നെ ചാറ് കൂട്ടുക.
ചാറ് കൂട്ടുന്നതിന് തിളച്ച വെള്ളം തണുത്തതോ തിളച്ചതോ ഒഴിച്ച് ഡൈല്യൂട്ട് ആക്കി എടുക്കണം. ഓക്കെ, കറി റെഡിയായിട്ട് കഴിഞ്ഞു. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ വേണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.